أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. تنزيل من الرحمن الرحيم. كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉച്ചകഴിഞ്ഞുള്ള ഈ സെഷനിൽ ഒന്നാമത്തെ ഈ ക്ലാസ്സിൽ ഹദീസ് സ്ഥാനവും സമീപനവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ്. അള്ളാഹു മാനവ സമൂഹത്തിന് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അടിസ്ഥാനപരമായ ഈ പ്രമാണങ്ങൾ. അതുകൊണ്ട് തന്നെ ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും മറ്റെന്തിനേക്കാളും വിലമതിക്കുന്നതാണ് ഖുർആനും സുന്നത്തും നമ്മോട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഏതൊരാളും ആ പ്രമാണങ്ങളുടെ സ്ഥാനം എന്താണെന്നും എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നും കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ലോകത്ത് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചത്
പ്രമാണങ്ങളിൽ നിന്ന് അവർ അകന്നു പോയപ്പോഴാണ്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന യഹൂദി നസ്വറാക്കൾ അവരുടെ പതനത്തെ സംബന്ധിച്ച്, വഴികേടിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചപ്പോൾ അവർക്ക് സംഭവിച്ചു പോയ പിഴവായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥം അവരുടെ പ്രവാചകന്മാർ അവർക്ക് വിശദീകരിച്ചു കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഉൾക്കൊള്ളുകയും തങ്ങൾക്കനുകൂലമായ ഭേദഗതികൾ ആ പ്രമാണത്തിൽ വരുത്തുകയും ചെയ്തു എന്നതാണ്. അതിനു പുറമെ അതത് കാലഘട്ടങ്ങളിൽ പൗരോഹിത്യം ഒരുമിച്ച് കൂടിയിരുന്നിട്ട് യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുകയും ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നവർ ജനങ്ങളോട് പറയുകയും ചെയ്തു. ലിയസ്തറൂ ബിഹി സമനൻ ഖലീല, അതുവഴി നേടിയെടുക്കാൻ കഴിയുന്ന തുച്ഛമായ വിഭവങ്ങൾക്ക് വേണ്ടി, ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അപ്രകാരം അവർ പ്രവർത്തിച്ചത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെയ്തിയെ സംബന്ധിച്ച് വിശദീകരിച്ചു പറഞ്ഞു, ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അത്തരത്തിൽ സ്വന്തം കരങ്ങൾ കൊണ്ട് കിതാബ് എഴുതി ഉണ്ടാക്കിയത് നിമിത്തം അവർക്ക് നാശം, അത് വിറ്റ് സമ്പാദിച്ചത് മൂലവും അവർക്ക് നാശമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് സംഭവിച്ച വഴികേടിൻ്റെ അടിസ്ഥാന കാരണം പ്രമാണങ്ങളിൽ മനുഷ്യൻ കൈകടത്തിയതാണ്. എന്നാൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ ഖുർആനും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമെങ്കിൽ അതിൻ്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ലഭ്യമാക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മുഅ്മിനുകളായ ആളുകൾക്ക് നൽകിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂല, അവർക്കൊരു പ്രവാചകനെ നിയോഗിച്ചതിനാൽ, മിൻ അൻഫുസിഹിം അവരിൽ നിന്ന് തന്നെയുള്ളൊരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ച് മുഅ്മിനുകളായ ആളുകളെ അല്ലാഹു അനുഗ്രഹിച്ചിരിക്കുന്നു. ആ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം എന്താണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിങ്കൽ നിന്നുള്ള ആയത്തുകൾ ആ പ്രവാചകൻ ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വേദഗ്രന്ഥമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ, ആയത്തുകൾ, അതിൻ്റെ യാതൊരുവിധ വാചകഘടനയ്ക്ക് മാറ്റം വരുത്താതെ അപ്രകാരം തന്നെ അതിൻ്റെ ഒരു നീട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശബ്ദ്, അതിൻ്റെ ഒരു മദ് മാറ്റാതെ മറിക്കാതെ കൃത്യമായി ആ പ്രവാചകൻ ജനങ്ങൾക്ക് അത് ഓതിക്കൊടുക്കുന്നു. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും ആ പ്രവാചകൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഖുർആനും സുന്നത്തും ആ പ്രവാചകൻ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, ആ പ്രവാചക ആഗമനത്തിന് മുമ്പ് ആ സമൂഹം വ്യക്തമായ വഴികേടിലായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആൻ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുമ്പോൾ 3 സ്ഥലത്ത് ഇതേ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. സൂറത്തു ആൽ ഇംറാനിലെ 164 സൂക്തത്തിലും, സൂറത്തുൽ ബഖറയിലെ 129 സൂക്തത്തിലും, സൂറത്തുൽ ജുമഅയിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിലുമൊക്കെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന് വിശുദ്ധ ഖുർആൻ മാത്രമല്ല സമർപ്പിച്ചത്, വിശുദ്ധ ഖുർആൻ മാത്രമല്ല പഠിപ്പിച്ചത്. നേരെ മറിച്ച് ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് അവതരിക്കുമ്പോൾ ആ അവതരിക്കുന്ന സൂക്തങ്ങൾ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിന് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തനിക്ക് നൽകപ്പെടുന്ന ഖുർആനിന് പുറമെയുള്ള വഹയുകൾ, ആ വഹയുകൾക്കനുസൃതമായി അതിൻ്റെ വിശദീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മതമെന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ വഹയിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹ. ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നിഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. തന്നിഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്ന ആളല്ല. ഇൻ ഹുവ ഇല്ലാ വഹയ്യൂഹ. മതമെന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്, റബ്ബിൽ നിന്നുള്ള ദിവ്യബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തപ്പോൾ ആ സൂക്തങ്ങൾ നബിക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അത് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ പഠിപ്പിച്ചു. എന്നാൽ ആ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് പ്രവാചക ദൗത്യം അവസാനിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിന്നില്ല. നേരെ മറിച്ച് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹിക്മത്തും ഖുർആനും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറയുകയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇടക്കാലഘട്ടത്തിൽ ആളുകൾക്കിടയിൽ ഒരു പുതിയ ചിന്താഗതി രൂപപ്പെട്ടു വന്നു. നമുക്ക് ഖുർആൻ മാത്രം മതി, അതിനപ്പുറം മറ്റൊന്നും ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ഏടുകൾ തുറന്നു വെച്ച് ആ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ ആ ഓതുന്നയാൾക്ക് എന്ത് മനസ്സിലാകുന്നുവോ അതനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഹദീത്തുകൾ പരിഗണിക്കേണ്ടതില്ല. കാരണം അത് വിശാലമായൊരു മേഖലയാണ്. മാത്രമല്ല അതിൽ സങ്കീർണമായ ഒരുപാട് മേഖലകളുണ്ട്. അതിനു പുറമെ നിരവധി അനവധി വ്യാജ ഹദീത്തുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്, ലൈഫായ ഹദീത്തുകളുണ്ട്. അപ്രകാരം തന്നെ പ്രമാണമല്ലാത്ത രൂപത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന നിരവധി അനവധി വകുപ്പുകൾ, ആ വകുപ്പുകളിലൂടെ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുള്ള നിരവധി അനവധി ഹദീത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീത്തുകൾ പ്രമാണമായി നാം സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് ഇടക്കാലഘട്ടത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിച്ചു. ഒരിക്കലും ഒരു ഇസ്ലാമിക സമൂഹത്തിൽ രൂപപ്പെട്ടു വന്ന ചിന്താഗതിയായിരുന്നില്ല അത്. ഇസ്ലാമിക സമൂഹം എക്കാലഘട്ടത്തിലും ഹദീസിന് സ്ഥാനം കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾക്ക് സ്ഥാനം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിക സമൂഹത്തിനപ്പുറത്ത് ഇസ്ലാമിക സമൂഹത്തോട് ഏറ്റവും അധികം ശത്രുത വെച്ചു പുലർത്തിക്കൊണ്ട് നിലകൊണ്ടിരുന്ന ഓറിയന്റലിസ്റ്റുകൾ പുതിയൊരു ചിന്താഗതി രൂപപ്പെടുത്തിക്കൊണ്ട് വന്നു. ഖുർആൻ മാത്രം മതി മുസ്ലിം സമൂഹത്തിന്, ഹദീസ് വേണ്ടതില്ല. ആ വിശാലമായ മേഖല നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മാത്രമാണ് പ്രമാണമായി സ്വീകരിക്കുവാൻ ഏറ്റവും അധികം സമൂഹത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ നിലനിൽക്കുന്നത്. അതിനു പുറമെയുള്ള ഹദീസുകൾ നാം സ്വീകരിക്കേണ്ടതില്ല, അത് പ്രമാണമല്ല എന്ന് വാദിച്ചുകൊണ്ട് ഇടക്കാലഘട്ടത്തിൽ രംഗത്ത് വന്ന ഓറിയന്റലിസ്റ്റുകൾ ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുകയുണ്ടായി. ആദ്യകാല മുസ്ലിങ്ങൾ എന്നും അതിനെ തിരിച്ചറിഞ്ഞിരുന്നു. ആ ഓറിയന്റലിസ്റ്റുകളുടെ കള്ളപ്രചരണത്തിൽ വീണുപോകാതെ ഖുർആനും സുന്നത്തും ഞങ്ങളുടെ പ്രമാണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിരവധി അനവധി വിശദീകരണങ്ങൾ ആ വിഷയത്തിൽ നൽകിക്കൊണ്ട് തന്നെ പണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ നിലനിന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അതിനുശേഷം ഒരിടക്കാലഘട്ടം ഓറിയന്റലിസ്റ്റുകളുടെ വരവിന് വഴിയൊരുക്കിയപ്പോൾ ആ കാലഘട്ടത്തിനു ശേഷം ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ കടന്നു വന്ന ചില ആളുകൾ തങ്ങളുടെ പഠനം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, തങ്ങൾ ഗവേഷണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ, തങ്ങൾ മനനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസ് പ്രമാണമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, അതുകൊണ്ട് അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് വാദിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ രംഗപ്രവേശനം ചെയ്തു. ഞാൻ വിശാലമായി ആ വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്കറിയാം, അഹമ്മദ് അമീനെ പോലെയുള്ള, ഉസ്താദ് അബൂ റയ്യയെ പോലുള്ള
ആളുകൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ആ വിഷയത്തിൽ ശ്രദ്ധ നേടിയ ആളുകളാണ്. കേരളത്തിലേക്കും അതിൻ്റെ അലയൊലികൾ കടന്നു വന്നു. എന്നാൽ ഈ സമൂഹത്തിനിടയിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ അത് കൃത്യമായ ബോധവൽക്കരണം നടത്തി. നമ്മുടെ പ്രമാണം ഖുർആൻ മാത്രമല്ല, നേരെ മറിച്ച് സുന്നത്ത്. ആ സുന്നത്തിന് ഖുർആൻ സ്വീകരിക്കുമ്പോൾ ഖുർആൻ സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ സ്ഥാനമുണ്ട് എന്ന് ധൈര്യപ്പെടുത്തി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകിയപ്പോൾ വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്, വേദഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേദഗ്രന്ഥത്തിന് പുറമെ അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് പുറമെ അവർക്ക് നൽകപ്പെടുന്ന കിതാബുകൾക്ക് പുറമെയുള്ള വഹികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം കൊടുക്കുന്നതോടൊപ്പം തന്നെ വഹയുകളും അതിന് പുറമെയുള്ള ആ കിതാബിന് പുറമെയുള്ള വഹയുകളും ആ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് അക്കാര്യം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുമ്പോൾ മൂസാ നബി തൻ്റെ കുടുംബത്തോടൊപ്പം ആ രാത്രിയിൽ നടന്നു വരുന്ന ഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ആ പർവ്വത ശിഖരത്തിൽ ഒരു വെളിച്ചം കണ്ടപ്പോൾ സ്വന്തം കുടുംബത്തോട് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു നീങ്ങുകയാണ്. നടന്നു നീങ്ങിയ ആ വെളിച്ചത്തിന്റെ സമീപത്തേക്ക്, ആ പ്രകാശത്തിനടുക്കലേക്ക് ആ സമയത്ത് കുടുംബത്തോട് പറഞ്ഞു, ഞാൻ പോയി ആ വെളിച്ചം ആരാണ് കത്തിക്കുന്നത് എന്ന് നോക്കി വരാം, അവിടെ നിന്നൊരൽപ്പം തീ പകർന്നുകൊണ്ട് വരാം, വഴി ചോദിച്ച് ഞാൻ മടങ്ങി വരാം, നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ പർവ്വത ശിഖരത്തിൽ പറഞ്ഞുകൊണ്ട് മൂസാ അലൈഹി സ്വലാം നടന്നു ആ പർവ്വത ശിഖരത്തിലെത്തിയപ്പോൾ ഫലമ്മ അതാഹാ നൂദിയ യാ മൂസ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കപ്പെട്ടു യാ മൂസ എന്ന്. ഇന്നി അന റബ്ബുക് ഫഖ്ലഅന അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ഓ മൂസ, ഞാൻ നിന്റെ റബ്ബാണ്, നിന്റെ ചെരുപ്പ് നീ അഴിച്ചു വെക്കുക, നീ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണുള്ളത്. വഅനഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നനി അനല്ലാഹ്, തീർച്ചയായും ഞാനാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധനയില്ല. അതുകൊണ്ട് വാഖമിസ്സലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി നീ നമസ്കാരം നിലനിർത്തണമെന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ തുർസിന പർവ്വതത്തിൽ വെച്ചുകൊണ്ട് മഹാനായ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു. മൂസാ നബിക്ക് അല്ലാഹു വഹി കൊടുക്കുകയാണ്. അതൊരിക്കലും തൗറാത്തല്ല. ആ ഘട്ടത്തിൽ മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയിട്ടില്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ ആ സമയത്ത് തൗറാത്തില്ല. നേരെ മറിച്ച് തൗറാത്ത് നൽകപ്പെടുന്നതിന് മുമ്പ്, തൗറാത്ത് മൂസാ നബിക്ക് ലഭിക്കുന്നതിന് മുമ്പ് മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, ഓ മൂസാ, നീ ഫിർഔന്റെ അടുക്കലേക്ക് പോകണം, ഫിർഔനെ ഹിദായത്ത് വിളിക്കണം, അതുപോലെ തന്നെ ആ സമൂഹത്തെ ഈ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കണം, ആ സമൂഹത്തിന് ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങുന്നതിന് മുമ്പ് അതേ ദഅവത്ത് നടത്തുകയാണ്. അവിടെ മൂസാ നബിക്ക് വഹി കിട്ടുന്നുണ്ട്. ആ സമൂഹത്തിനിടയിൽ മൂസാ നബി വഹിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചത്. ആ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിടയിൽ ദഅവത്ത് നടത്തിയെങ്കിൽ, വഹിയുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചുവെങ്കിൽ, ആ ഫിർഔനിന്റെ പതനത്തിനു ശേഷമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടിയത് എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടുന്നതിന് മുമ്പ് വഹിയുണ്ട്. അത് പ്രമാണമല്ല, തെളിവല്ല. തൗറാത്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ സ്വീകരിക്കാം. തൗറാത്തിന് പുറമെ മൂസാ പറയുന്നത് ഞങ്ങൾ സ്വീകരിക്കുകയില്ല, അത് ഞങ്ങൾ തെളിവാക്കുകയില്ല എന്ന് അക്കാലഘട്ടത്തിൽ ആരും പറഞ്ഞില്ല, ആരും വാദിച്ചില്ല. അതിനുശേഷം കടന്നു വന്ന ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞു തൗറാത്തിന് പുറമെ മൂസാ നബി പറഞ്ഞതൊന്നും പ്രമാണമല്ല, തെളിവല്ല, തൗറാത്ത് കിട്ടിയതിന് ശേഷം ആ തൗറാത്തിലുള്ളത് മാത്രമാണ് തെളിവ് എന്ന് അതിനുശേഷം വന്ന ഏതെങ്കിലും പ്രവാചകന്മാർ പറഞ്ഞില്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ പ്രവർത്തനത്തെ സാക്ഷീകരിക്കുകയും സാധൂകരിക്കുകയുമാണ് അതിനുശേഷം വന്ന പ്രവാചകന്മാർ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം തന്നെ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകും, അതിന് പുറമെയുള്ള വഹിയും നൽകുമെന്നതിന് തെളിവാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ കാണാം. വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. നമുക്കറിയാം
മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ കാലഘട്ടങ്ങളിൽ തിരിഞ്ഞു നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവസാനം ആ ഘട്ടത്തിൽ തന്നെ, ആ അവസ്ഥയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയെ ഖിബലയായി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അങ്ങനെ നമുക്കറിയാവുന്ന ഖിബല മാറ്റം എന്ന ആ സംഭവം സംഭവിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഖിബല മാറുവാനുള്ള ആഹ്വാനം നൽകുമ്പോൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇടയ്ക്കിടയ്ക്ക് താങ്കളുടെ മുഖം ആകാശത്തിലേക്ക് ഉയർത്തുന്നത് ഞാൻ കാണുന്നുണ്ട് നബിയെ, നാം കണ്ടിരിക്കുന്ന നബിയെ. അതുകൊണ്ട് തന്നെ തീർച്ചയായും താങ്കൾ തൃപ്തിപ്പെടുന്ന ഖിബല അങ്ങക്ക് വേണ്ടി നാം തെരഞ്ഞെടുത്തു തരികയാണ്. ആയതിനാൽ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, താങ്കൾ മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഹദീസ് പ്രമാണമല്ല, ഹദീസ് സ്വീകരിക്കാൻ ഖുർആൻ മാത്രമേ വഹയ്യായി നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാരെങ്കിലും വാദിക്കുന്നുവെങ്കിൽ അവർക്ക് മറുപടിയാണ് വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തം. കാരണം ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നമസ്കരിച്ചിരുന്നു എന്നത് കൃത്യമായി അറിയപ്പെട്ട കാര്യമാണ്. എന്നാൽ നബിയോട് ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കൂ എന്ന് പറഞ്ഞ ഒരു നിർദ്ദേശം വിശുദ്ധ ഖുർആനിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബിയെ തിരിഞ്ഞു നമസ്കരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞൊരു നിർദ്ദേശം വിശുദ്ധ ഖുർആനിൽ ഇല്ല. പക്ഷേ റസൂലുള്ളാഹ് ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചത് വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. രണ്ടാമത് അള്ളാഹുവിന്റെ നിർദ്ദേശം ലഭിച്ചപ്പോഴാണ് വിശുദ്ധമായ കാബാലയത്തിലേക്ക് നബി തിരിഞ്ഞു നമസ്കരിച്ചത്, മസ്ജിദുൽ ഹറമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞത്. ഇത് പകൽ പോലെ വ്യക്തമായ യാഥാർത്ഥ്യമാണെങ്കിൽ മാന്യ സഹോദരങ്ങളെ, പ്രവാചകന്മാർക്ക് ഖുർആനിന് പുറമെ അവർക്ക് നൽകപ്പെടുന്ന വേദഗ്രന്ഥത്തിന് പുറമെ വഹയുകൾ നൽകാറുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെ സാധൂകരിക്കുന്നുണ്ട്. എങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, അത്തരത്തിൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, നബിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ. ആ ഹദീസ് സ്വീകരിക്കുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. ആ ഹദീസുകളെ പ്രമാണമായി ഉൾക്കൊള്ളുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ച രൂപത്തിലാകണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാകണം. അവനവന്റെ ഇഷ്ടപ്രകാരമല്ല ഒരിക്കലും ഖുർആനിനെ സമീപിക്കേണ്ടത്. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തരികയാണ്, മനസ്സിലാക്കി തരികയാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹം എക്കാലഘട്ടത്തിലും സ്വീകരിക്കേണ്ട ലളിതമായ ഈ സത്യത്തിൽ നിന്ന് ആളുകൾ വഴുതിപ്പോകുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾക്ക് ഹദീസിനോടുള്ള സമീപനം മാറി മാറി വന്നു. ചിലർ പറഞ്ഞു ലക്ഷക്കണക്കിന് ഹദീസുകളുണ്ട്, ആ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇന്ന് ലഭ്യമല്ല, നമുക്ക് കിട്ടുകയില്ല, നമ്മുടെ കയ്യിലില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ സ്വീകരിക്കുക എന്നത് അപ്രാപ്യമായൊരു മേഖലയാണ്. ആയതിനാൽ നമുക്ക് ബാധ്യതയായിട്ടുള്ളത് ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിക്കുക, ഏതെങ്കിലും ഒരു മദ്ഹബിനെ അന്ധമായി അനുകരിക്കുക, അത്രമാത്രം മതി എന്ന് പറഞ്ഞവരാണ് നമ്മിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും. അവർ സത്യത്തിൽ പ്രമാണത്തിനെതിരെയാണ് സംസാരിച്ചത്, തെളിവിനെതിരെയാണ് സംസാരിച്ചത്. ഒരിക്കലും അള്ളാഹുവിന്റെ ഖുർആൻ തെളിവാണ്, ദലീലാണെന്ന് അവർ മനസ്സിലാക്കുകയില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തെളിവാണ് എന്നവർ മനസ്സിലാക്കുകയില്ല. അവർ പറയുക ഏതെങ്കിലും ഒരു ഇമാമിനെ അന്ധമായി അനുകരിച്ചാൽ മതി എന്നതാണ്. ഇതൊരിക്കലും ഇസ്ലാമിക സമൂഹത്തിന് ഭൂഷണമായ ഒരു നിലപാടല്ല. ലോകത്ത് കഴിഞ്ഞുപോയ പൂർവ്വസൂരികൾ അങ്ങനെ ഒരു നിലപാട് നമ്മെ പഠിപ്പിച്ചില്ല. നേരെ മറിച്ച് നമ്മോട് അവർ പറഞ്ഞത്, നമ്മോട് നിർദ്ദേശിച്ചത് കൃത്യമായി പ്രമാണങ്ങളെ അവലംബിക്കണം എന്നതാണ്. മാത്രമല്ല ഈ മദ്ഹബിന്റെ ഇമാമുകൾ എന്ന് പറയപ്പെടുന്നവർ, മദ്ഹബിന്റെ ഇമാമുകളായി പരിചയപ്പെടുത്തുന്നവർ അവർ തന്നെ സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ അതേ പ്രമാണങ്ങളെ പിൻപറ്റുക എന്നതാണ്. നമുക്കറിയാം അബൂ ഹനീഫ ഇമാം കടന്നു വന്നു. അബൂ ഹനീഫ ഇമാം ചില്ലറക്കാരനല്ല, വലിയ പാണ്ഡിത്യമുള്ള, ഭാഷയിൽ അറിവുള്ള, അതുപോലെ ഹദീസിൽ അറിവുള്ള, ഖുർആനിൽ ആഴത്തിൽ ഇൽമുള്ള മഹാനായ അബൂ ഹനീഫ റഹിമഹുല്ല കടന്നു വന്നു. അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടുന്നത് ലഖദ് സാനൽ ബിലാദ വമൻ അലൈഹാ ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ
ബിഅഹ്കാമിൻ വആസാരിൻ വഫിഖ്ഹി കആയാതിസ് സബൂരി അല സഹീഫ. കിഴക്കും പടിഞ്ഞാറും അബൂ ഹനീഫ ഇമാം അലങ്കരിച്ചു കളഞ്ഞു. അള്ളാഹുവിൻ്റെ ആ അഹ്കാം, ദീനിൻ്റെ അഹ്കാമുകൾ കൊണ്ട്, തെളിവുകൾ കൊണ്ട്, ഫിഖ്ഹുകൾ കൊണ്ട് അദ്ദേഹം ഈ കിഴക്കും പടിഞ്ഞാറും അലങ്കരിച്ചു കളഞ്ഞു. കആയാതിസ് സബൂരി അല സഹീഫ. അതെ, ആ സബൂറിൽ രേഖപ്പെടുത്തപ്പെട്ട ആ സുവ്യക്തമായ ഏടുകൾ പോലെ, സുവ്യക്തമായ വാചകങ്ങൾ പോലെ, വളരെ മനോഹരമായി വ്യക്തമായി സബൂറിൽ രേഖപ്പെടുത്തിയ ആയത്തുകൾ പോലെ അദ്ദേഹം ഈ കിഴക്കും പടിഞ്ഞാറും അലങ്കരിച്ചു. ഫമാ ഫിൽ മശ്രിഖൈനി വലാ ഫിൽ മശ്രിഖൈനി ലഹു നളീറു വലാ ഫിൽ മഗ്രിബൈനി വലാ ബികൂഫ. അദ്ദേഹത്തിന് തത്തുല്യനായ ഒരു പണ്ഡിതൻ കിഴക്കോ പടിഞ്ഞാറോ ഇല്ല, കൂഫയിലുമില്ല. ഫറഹ്മത്തു റബ്ബിനാ അബദൻ അലൈഹി മദൽ അയ്യാമി മാ ഖുരിഅത്ത് സ്വഹീഫ. അദ്ദേഹത്തിൻ്റെ മേൽ അല്ലാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ. അദ്ദേഹത്തിൻ്റെ കിതാബുകൾ, പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ വായിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിൻ്റെ മേൽ അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ടാകട്ടെ എന്ന് പാടിപ്പുകഴ്ത്തപ്പെട്ട വ്യക്തിത്വമാണ് അബൂ ഹനീഫ ഇമാം. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അബൂ ഹനീഫ ഇമാമിന് ശേഷമാണ് ഷാഫി ഇമാം കടന്നു വരുന്നത്. നമുക്കറിയാം, ലോകം അംഗീകരിച്ചു അദ്ദേഹം പണ്ഡിതനാണെന്ന്. അബൂ ഹനീഫ ഇമാം പണ്ഡിതനാണെന്ന് ലോകം അംഗീകരിച്ചു. അതിന് തത്തുല്യമായ ഒരു പണ്ഡിതനില്ല എന്നവരെ പാടിപ്പുകഴ്ത്തി. പക്ഷേ ഷാഫി ഇമാം രംഗത്ത് വന്നപ്പോൾ അബൂ ഹനീഫ ഇമാം പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് വ്യത്യസ്തമായ ചില അഭിപ്രായം പറയുകയാണ്. ഒരിക്കലും അബൂ ഹനീഫ ഇമാമെ എതിർത്തുകൊണ്ടല്ല, അദ്ദേഹത്തോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തെ ബഹുമാനിക്കാത്തത് കൊണ്ടല്ല. നേരെ മറിച്ച് അബൂ ഹനീഫ ഇമാമിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഷാഫി ഇമാമിന് ബോധ്യപ്പെട്ടത്, ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായത്, അദ്ദേഹം മുൻതൂക്കം നൽകി, ആ ഹദീസുകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് വിശദീകരിക്കുകയാണ്. അവിടെ അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായത്തിനെതിരെ പറയുകയാണ്. ഇതുപോലെ തന്നെയാണ് ലോകത്ത് കടന്നു പോന്ന ഏതാണ്ട് എല്ലാ ഇമാമുകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം. അതെ, അദ്ദേഹത്തിന്റെ മകൻ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയോട് ചോദിച്ചു, അല്ല, ആരാണ് ഈ ഷാഫി എന്ന് പറഞ്ഞാൽ? കാരണം നിങ്ങൾ ഒരുപാട് ദുആ ചെയ്യുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് വേണ്ടി, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് വേണ്ടി. ആരാണ് ഈ പറഞ്ഞ ഷാഫി ഇമാം എന്ന് ചോദിക്കുമ്പോൾ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല തന്റെ മകനോട് പറയുകയാണ്, യാ ബുനയ്യ കാന ശാഫിഉ കശംസിൽ ദുനിയ വകൽ ആഫിയത്തിൽ ബദൻ. ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ സൂര്യൻ എത്ര സ്ഥാനമുണ്ടോ അതുപോലെയാണ്. ശരീരത്തിന് ആരോഗ്യം എത്ര വേണമോ, ശരീരത്തിൽ ആരോഗ്യത്തിന് എത്ര സ്ഥാനമുണ്ടോ അതുപോലെയാണ് ഷാഫി ഇമാം എന്ന് ഷാഫി ഇമാമിനെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെയാണ് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന് കിട്ടിയ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷാഫി ഇമാമിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായം പറയുന്നത്. അഥവാ ഇമാമുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊരാളുടെ വാക്കിനേക്കാളും മുൻതൂക്കം നൽകിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകങ്ങൾക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനാണ്. അതിനവർ മുൻതൂക്കം കണ്ടിരുന്നു. ആ രൂപത്തിൽ മുൻതൂക്കം നൽകി പ്രവർത്തിക്കണമെന്ന് അവർ പഠിപ്പിച്ചു. അതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേകത. ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആരെയും അന്ധമായി അനുകരിക്കുന്ന പ്രശ്നമില്ല. തഖ്ലീദ് എന്നത് ഇസ്ലാം നിരോധിച്ച കാര്യമാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൃത്യമായി പറഞ്ഞു, ലാ യുകല്ലിദന്ന അഹദുക്കും ദീനഹു റജുലൻ ഇൻ ആമന വ ഇൻ കഫറ. ഒരിക്കലും ഒരാളും തന്നെ തൻ്റെ ദീനിന്റെ കാര്യത്തിൽ മറ്റൊരാളെ അന്ധമായി അനുകരിക്കാൻ പാടില്ല. ഇൻ ആമന വ ഇൻ കഫറ. അവൻ വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിച്ചു, അവൻ അവിശ്വസിച്ചാൽ ഞാനും അവിശ്വസിച്ചു. ആ നിലക്കുള്ള അന്ധമായ തഖ്ലീദ് മതത്തിൽ പാടുള്ളതെല്ലാം. നേരെ മറിച്ച് അദ്ദേഹം പറയുന്നത്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഊദു ആലിമൻ ഔ മുതഅല്ലിമൻ. നീ ഒന്നുകിൽ ആലിമാകണം, പണ്ഡിതനാകണം, വിവരമുള്ളവനാകണം, ഇൽമുള്ളവനാകണം. ഇനി അതല്ല, അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഔ മുതഅല്ലിമൻ, നീ ഒരു പഠിതാവാകണം, പഠിക്കുന്നവനാകണം. കാര്യങ്ങൾ ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ട് പഠിക്കുന്നവനാകണം. ഈ രണ്ടാലൊരവസ്ഥയായിരിക്കണം നിനക്കുണ്ടായിരിക്കേണ്ടത്. വലാ തഅദു ഇമ്മാതൻ ഫീമാ ബൈന ദാലിക്. അതിനിടയിൽ ഒരു ഇമ്മാത്താകരുത്, കൂടെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു, കുന്നാ നദുൽ ഇമ്മാ ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ കൂടിയായി എണ്ണിയിരുന്നത് അതെ ഒരാളെയാണ്. എങ്ങനെയുള്ള ആള്? അല്ലദി യുദാഇലതാം ഫയതി മാഹു ബിഗൈരിഹി. ഒരാളെ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കും, എന്നാൽ അയാളോടൊപ്പം വേറെ കുറെ ആളുകൾ ഇങ്ങനെ കൂടി അങ്ങ് പോയി ഭക്ഷണം കഴിച്ചു പോരാറുണ്ട്. ഇങ്ങനെയുള്ളവരെ ആയിരുന്നു റസൂലുള്ളാഹിയുടെ കാലത്ത്, അല്ല ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇമ്മാത്ത് കൂടി എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ വഹുവ ഫീകും അൽ മുഹ്കിബു ദീനഹു അർരിജാൽ.
ഈ കാലഘട്ടത്തിലെ കൂടെ കൂടി ആരെന്ന് ചോദിച്ചാൽ സ്വന്തം ദീനിനെ വേറൊരുത്തന്റെ മൂട്ടിൽ കൊണ്ടുപോയി കെട്ടുന്നവനാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഒന്നുകിൽ ആലിമായി അല്ലെങ്കിൽ മുത്തഅല്ലിമായി നിന്നുകൊണ്ട് ഖുർആനും സുന്നത്തും നാം പഠിക്കണം. ഖുർആനും സുന്നത്തും നാം ഉൾക്കൊള്ളണം, അത് പ്രമാണമായി സ്വീകരിക്കണം. അവിടെയും ചില പ്രശ്നങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ആളുകൾക്കിടയിൽ കടന്നു വന്നു. പ്രമാണം സ്വീകരിക്കണമെന്ന് ശക്തിയായി വാദിക്കുന്നവർ തന്നെ ആ പ്രമാണങ്ങളെ വക്രീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രമാണങ്ങൾ സ്വീകരിക്കുന്നു എന്ന് വാദിക്കുക, തെളിവുകൾ സ്വീകരിക്കുന്നു എന്ന് വാദിക്കുക, പ്രമാണം ഖുർആനും സുന്നത്തുമാണെന്ന് പറയുക, അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കാലുകൊണ്ട് അതിനെ ചവിട്ടിമതിക്കുന്ന ഒരു പ്രവണത ഇടക്കാലഘട്ടത്തിൽ വീണ്ടും സമൂഹത്തിനിടയിൽ കടന്നു വന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിക്കനുസരിച്ച് കൊണ്ട് സ്വീകരിച്ചാൽ മതി എന്ന നിലപാടാണ്. ഒരു കാര്യം അള്ളാഹു പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞാൽ അത് പരിപൂർണമായി സ്വീകരിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിലപാട്, ഇസ്ലാം പഠിപ്പിച്ചത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിന്റെ റബ്ബിനെ തന്നെ സത്യം, അവർ വിശ്വാസികളാവുകയില്ല, മുഅ്മിനീങ്ങളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. അവർക്കിടയിൽ ഏത് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായാലും ആ വിഷയത്തിലോ പ്രവാചകരെ അങ്ങേ വിധികർത്താവാക്കുന്നത് വരെ ഒരിക്കലും അവർക്ക് മുഅ്മിനാവുക സാധ്യമല്ല. എന്നിട്ട് താങ്കൾ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടൊരു വിധി പറഞ്ഞാൽ പിന്നെ അങ്ങ് വിധിച്ച അങ്ങയുടെ തീരുമാനത്തിൽ യാതൊരു തരത്തിലുള്ള പ്രയാസവും അവർക്കുണ്ടാകാൻ പാടില്ല. അങ്ങൊരു കാര്യം പറഞ്ഞാൽ പരിപൂർണമായി പരിപൂർണമായി അത് അംഗീകരിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ മുഅ്മിനാകാൻ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് അനുകൂലമായത് നബി പറഞ്ഞാൽ മതി എന്നാണ് ചിലരുടെ നിലപാട്. ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് അത് നബി പറഞ്ഞാൽ മതി എന്നതാണ് ചിലരുടെ നിലപാട്. ഇവരുടെ പ്രവർത്തനം കണ്ടാൽ, വാചകം കേട്ടാൽ നമുക്ക് തോന്നിപ്പോകും ആദ്യം നബി ഒരു കാര്യം പറയണമെങ്കിൽ ഇവരോട് പോയി ചോദിക്കണം, എങ്ങനെയുണ്ട്, ഞാനിത് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ബുദ്ധിക്ക് പറ്റുന്നുണ്ടോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ, ഓ ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് ഇവർ തലയാട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇത് പറ്റുന്നില്ല, ഇതെന്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല, ഇതിനേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് ഇയാൾ പറഞ്ഞാൽ നബി അത് പറയാൻ പാടില്ല. ഈ നിലപാടാണ് ചിലരുടെ പ്രവർത്തനത്തിൽ. അതാണ് ഈ ഇടക്കാലഘട്ടത്തിൽ വളരെ സജീവമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ പരസ്യമായി ചവിട്ടിമതിക്കുന്നവർ രംഗത്ത് വന്നു. അവർ ഹദീസ് നിഷേധികളാണെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ ഹദീസിനെ നിഷേധിക്കുന്നില്ല, ഞങ്ങൾ ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയുന്നവരാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അങ്ങനെ ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയുന്നു എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ തന്നെ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയിട്ടില്ല, നേരെ മറിച്ച് നബിക്കത് ഒരു സ്വപ്നമായിരുന്നു എന്നതാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ഒരു അറിയപ്പെട്ട അംഗീകൃതനായ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേറാജ് സ്വപ്നമായിരുന്നു വന്നത്. അടിവരയിട്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ മേറാജ് സ്വപ്നമായിരുന്നുവെന്ന് അറിയപ്പെട്ട അംഗീകൃതനായ ഒരു പണ്ഡിതനും ലോകത്ത് കഴിഞ്ഞവർ പറഞ്ഞിട്ടില്ല. പറഞ്ഞവർ വേറെയുണ്ട്, ആത്മീയമാണെന്ന് പറഞ്ഞവർ വേറെയുമുണ്ട്, ശാരീരികവും ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ സ്വപ്നമായിരുന്നുവെന്ന് ഈ സമൂഹത്തിനിടയിൽ ശക്തമായി പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ വരെ ഈ സമൂഹത്തിനിടയിൽ ഉണ്ടായി. എന്തേ കാരണം? ആ ഹദീസ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ്. ഇമാം ബുഖാരി അത് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ബുഖാരി ആരാ? ബുഖാരി മാസൂമാണോ എന്നൊക്കെയാണ് മറുചോദ്യം. എന്നാൽ ലോകത്ത് കഴിഞ്ഞുപോയ മുസ്ലിം സമൂഹം ഒന്നടങ്കം ഇത്തിഫാക്കായി ഇജ്മാഅോടെ പ്രഖ്യാപിച്ചതാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ സഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകം ഏകകണ്ഠമായി അംഗീകരിച്ചതാണ് ബുഖാരി, പ്രമാണമായി അംഗീകരിച്ചു. അതിന്റെ ഹദീസുകൾ സ്വീകരിക്കാം, ഹദീസുകൾ സ്വഹീഹാണ്, ബുഖാരിയിലെ ഹദീസുകൾ സ്വഹീഹാണ്. ഖുർആൻ കഴിഞ്ഞാൽ പ്രമാണത്തിന് സ്ഥാനം കൽപ്പിക്കുമ്പോൾ ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് മുൻതൂക്കമുള്ളത്. ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹിയായി സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ് സ്ഥാനമുള്ളത്. അത് കഴിഞ്ഞാൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിനാണ് സ്ഥാനം, അത് കഴിഞ്ഞാൽ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിനാണ് സ്ഥാനം. നമുക്കറിയാം ഹദീസിന്റെ ഉസൂൽ വിശദീകരിക്കുന്ന ഏതാണ്ട് എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ തത്വം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്താലും നമുക്കത് സ്വീകരിക്കാൻ പറ്റൂല, അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് പറ്റുന്നില്ല എന്നാണ്. എത്രത്തോളം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു കുട്ടി ജനിച്ചാൽ, ലോകത്ത് ഏതൊരു കുട്ടി ജനിച്ചാലും മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാ വശൈത്താനു യമുസ്സുഹു ഹീന യൂലദു ഫയസ്തഹില്ലു സാരിഖൻ മിൻ മസ്സി ശൈത്താൻ.
ഇയാഹു ഇല്ലാ മറിയമ വബ്നഹ. ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഏതൊരു കുട്ടിയും ലോകത്ത് ജനിച്ചാൽ പിശാചിനെ ഒന്ന് കുത്തിയിട്ടല്ലാതെ ഇല്ല എന്നാണ്. ആ കുട്ടി അട്ടഹസിച്ച് കരയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലാ മറിയമ വബ്നഹ, മറിയമല്ലാതെ, അതുപോലെ തന്നെ മറിയമിന്റെ പുത്രൻ അല്ലാതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ബുഖാരിയും മുസ്ലിമും സംയുക്തമായി മുത്തഫഖുൻ അലൈഹി ആയി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷെ ചിലരിങ്ങനെ ചിന്തിച്ചു അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല. കാരണം അത് പറഞ്ഞാൽ മർക്കസുൽ ബിശാറക്കാർ തെളിവാക്കും അത്രേ. മഞ്ചേരിയിലെ മർക്കസുൽ ബിശാറക്കാർ തെളിവാക്കും. ഇവർക്ക് ലോകം തിരിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസൊക്കെ ഇവർ പറഞ്ഞു നടക്കുന്നത് എന്നാണ് നമ്മുടെ നാട്ടിലെ ഒരു വലിയ മൂപ്പൻ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തേ ഇവർ പറയുന്നത്, എന്താണ് ഇവർക്ക് പറ്റിയത്. അവർ പറഞ്ഞു അത് സ്വീകരിക്കാൻ പറ്റില്ല, കാരണം അത് പറഞ്ഞാൽ ഈസാ നബി ദൈവപുത്രനാണ് എന്ന് വാദിക്കും, ക്രിസ്ത്യാനികൾ വാദിക്കുന്നതാണ്. മാന്യ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാലോ, ഈസാ നബി വാപ്പയില്ലാതെ ജനിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. നമ്മളത് പറഞ്ഞാൽ കണ്ടോ മുഹമ്മദ് നബി എങ്ങനെയാ ജനിച്ചത്, വാപ്പയുണ്ട് ഉമ്മയുണ്ട്. ഈസാ നബിയെ കണ്ടോ, ഇല്ല, ഈസാ നബിക്ക് ഉമ്മയുണ്ട് വാപ്പയില്ല, അതുകൊണ്ട് ഈസാ നബി ദൈവപുത്രനല്ലേ എന്നവർ ചോദിക്കണം. അപ്പോ നമുക്ക് തൽക്കാലം ഖുർആനിന്റെ ആയത്ത് ഓതേണ്ടതില്ല, കാരണം നമ്മളത് ഓതിയാൽ അവർ തെളിവാക്കും എന്ന് വിചാരിച്ച് മുസ്ലിം ലോകത്തിന് ഒളിവിൽ പോകേണ്ട ഒരു ഗതികേട് ലോകത്തിന്ന് വരെ ഉണ്ടായിട്ടില്ല. ക്രൈസ്തവ സമൂഹം അവർക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം, ഇസ്ലാമുമായി അവർക്ക് എതിരുള്ള വിഷയം അവർക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അവർക്ക് മറുപടി പറയാൻ ഇസ്ലാമിക സമൂഹം എന്നും തയ്യാറായിട്ടുണ്ട്, വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. പലരും ഈ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ലോകത്തിതൊന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അവർ തെളിവാക്കുമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ മറച്ചു വെക്കാനോ ഒളിച്ചു വെക്കാനോ മാറ്റിത്തിരുത്തുവാനോ മാറ്റം വരുത്തുവാനോ ഒരിക്കലും നമുക്ക് അവകാശമില്ലെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതല്ല, അത് നമുക്ക് സ്വീകരിക്കാം. എങ്ങനെ സ്വീകരിക്കാം? നമ്മുടെ ബുദ്ധിക്ക് അങ്ങ് യോജിക്കുന്ന രൂപത്തിൽ കുലുക്കിക്കൊള്ളിച്ചാൽ മതി എന്നതാണ്. ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ കുലുക്കിക്കൊള്ളിച്ചാൽ മതി എന്നതാണ് അവരുടെ നിലപാട്. എങ്ങനെ കുലുക്കിക്കൊള്ളിക്കുക? അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, അതിങ്ങനെ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഈ കാറ്റടിച്ചിങ്ങനെ കയറും വായിലേക്കും മൂക്കിലേക്കും. അങ്ങനെ വരുമ്പോൾ അത് ശൈത്താൻ ഉപദ്രവമായിട്ട് ഉപമിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കത് സ്വീകരിക്കാം, വേണമെങ്കിൽ അത് സഹിഹാണെങ്കിൽ തന്നെ എന്ന ഉപാധിയോടെയാണ് പറയുന്നത്. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസ് സഹിഹാണെങ്കിൽ തന്നെ കാറ്റടിച്ച് കയറുന്നതായി സങ്കല്പിച്ചാൽ മതി എന്നതാണ്. അപ്പോൾ മറിയം ബീവിക്ക് കാറ്റടിച്ച് കയറിയില്ലേ, ഈസാ നബിക്ക് കാറ്റടിച്ച് കയറിയില്ലേ? അവർ ശ്വസിച്ചില്ലേ? അവർ വെറുതെ ശ്വസിക്കാൻ നടക്കുകയായിരുന്നോ എന്ന ചോദ്യമൊക്കെ മറുചോദ്യമായിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഹദീസുകളെ വക്രീകരിക്കുന്ന പ്രവണത ഒരിക്കലും ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അങ്ങനെ തന്നെ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ ബുദ്ധിക്കെതിരായി തോന്നിയേക്കാം, കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിയില്ലല്ലോ, എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ലല്ലോ. ചില ആളുകൾക്ക് ചിലപ്പോൾ സത്യം തന്നെ അത് അയാഥാർത്ഥ്യമായി തോന്നാറുണ്ട്. ചിലരുടെ ബുദ്ധിക്കുറവ് മൂലം അങ്ങനെ സംഭവിച്ചെന്ന് വരാം. അത് നമ്മുടെ ബുദ്ധിക്കുറവായി മനസ്സിലാക്കിയാൽ മതി. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്നതാണ്, ഉൾക്കൊള്ളുന്നതേ ഉള്ളൂ. എന്നാൽ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നില്ല. അവിടെ എൻ്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് എന്ന് ചിന്തിക്കല്ലാതെ പ്രമാണം മാറ്റിമറിക്കണമെന്ന് ഒരിക്കലും നമ്മൾ ആലോചിക്കാനോ ചിന്തിക്കാനോ പാടില്ല. പൂർവ്വസൂരികളായ ആളുകൾ ഈ വിഷയത്തിൽ കണിശത പുലർത്തിയവരാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ് നമുക്കറിയാം. ലൗകാന അദ്ദീനു മതം എന്നത് ഓരോരുത്തരുടെ യുക്തിക്കനുസരിച്ചാണെങ്കിൽ, ഓരോരുത്തന്റെയും ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് അഭിപ്രായത്തിനനുസരിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ഒരാള് ഹുഫ തടവണം. വുദു എടുക്കുമ്പോൾ വുദു എടുത്തുകൊണ്ട് ധരിച്ച ഹുഫയാണെങ്കിൽ അയാൾ വീണ്ടും വുദു എടുക്കേണ്ടി വന്നാൽ ആ ഹുഫയുടെ മുകളിൽ തടവിയാൽ മതി. ബുദ്ധിക്ക് സ്ഥാനം കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ തടവേണ്ടത് എവിടെയാണ്? ആ ഹുഫയുടെ അടിമേല തടകേണ്ടത്. അവിടെയാണ് ചെളിപറ്റാൻ സാധ്യതയുള്ളത്. അടിയിൽ തടവണമെന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംസഹു അലാ ലാഹിരിൽ ഖുഫൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സോക്സിന്റെ മുകളിൽ തടകുന്നതായിട്ടാണ് ഞാൻ കണ്ടത് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് തന്നെ മതം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു പഠിപ്പിച്ചതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്നതാണ്. അതങ്ങനെ തന്നെ സ്വീകരിക്കുവാൻ, യാതൊരുവിധ വക്രതയും ആ വിഷയത്തിൽ വരുത്താതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. പ്രത്യേകിച്ച് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ സാഹചര്യം വളരെയധികം സങ്കീർണമായ ഒരു അവസ്ഥയിലാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രമാണങ്ങൾ സംരക്ഷിക്കുവാൻ ജാഗരൂകരായിരിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. കാരണം നാനാ വഴിക്കും പ്രമാണങ്ങളെ അറ്റാക്ക് ചെയ്യുവാൻ, ആക്രമിക്കുവാനാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ അകത്തു നിന്നും പുറത്തു നിന്നുകൊണ്ടും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ കണിശമായ ഒരു തീരുമാനം നാം സ്വീകരിക്കേണ്ടതുണ്ട്. എക്കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം കണിശമായി സ്വീകരിച്ച ആ നിലപാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന് ഉപേക്ഷിച്ചു പോയ രണ്ടു കാര്യങ്ങളിൽ
അതെ, അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും, ആ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ വഴികേടിലേക്ക് എത്താതിരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു വഴിയും നമ്മുടെ ജീവിതത്തിനില്ല, മറ്റൊരു വഴിയും നമുക്ക് മുന്നിലില്ല. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ മരണത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ജീവിതയാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോകേണ്ടത്? ഒരുപാട് വഴികൾ എനിക്ക് ചുറ്റുമുണ്ട്, ഒരുപാട് പാതകൾ എനിക്ക് മുന്നിൽ തുറന്നിട്ടുണ്ട്. എല്ലാവരും വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരൂ. ഇത് വളരെ സുതാര്യമായൊരു മേഖലയാണ്, രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വളരെ സജീവമായൊരു മേഖലയാണിത്. ഇങ്ങോട്ട് വരൂ എന്നൊരു വിഭാഗം. ഈ ഭാഗത്തേക്ക് വരൂ, ഇവിടെ നിങ്ങളുടെ ബുദ്ധിക്ക് പറ്റുന്നതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ വഴി ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാം. ഇങ്ങോട്ട് വരൂ. അവിടെയും ആളുകൾ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. മറുഭാഗത്ത് ഈ വഴിക്ക് വരൂ, ഇവിടെയാണ് ആത്മീയത, ഇവിടെയാണ് ജാറം, ഇവിടെയാണ് ഔലിയാക്കൾ, ഇവിടെയാണ് അമ്പിയാക്കൾ, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മറുവാദം, മറുവിഭാഗം, ഇങ്ങനെ നാനാ വഴിക്കും വിളിക്കുമ്പോൾ നമ്മൾ വഴിയറിയാതെ വാവിളിച്ചു നിൽക്കുന്ന ഒരു ഗതികേടിൽ എത്തിച്ചേരേണ്ട അവസ്ഥ അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. നേരെ മറിച്ച് കൃത്യമായി എൻ്റെ ജീവിത വഴി തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, യാതൊരുവിധ വഴികേടുമില്ലാത്ത, വഴിതെറ്റിപ്പോകാത്ത, വഴിപിഴച്ചു പോകാത്ത നേരായ വഴി, സ്വർഗത്തിലേക്കുള്ള സിറാത്തുൽ മുസ്തഖീമായ പാത. ആ പാത ഏതെന്ന് എനിക്ക് ബോധ്യപ്പെടാൻ അള്ളാഹു എനിക്ക് ഖുർആൻ അവതരിപ്പിച്ചു തന്നു. ആ ഖുർആൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ലളിതമാണ്. ആ ഖുർആൻ ഞാൻ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഞാൻ ഇതിൽ നിന്ന് ഈ ആയത്തുകളെ എങ്ങനെ മനസ്സിലാക്കണം, ഇത് വിശദീകരിച്ചു തരേണ്ടത് ആരാണ്, ഇത് അങ്ങനെ മനസ്സിലാക്കണമെന്ന് പറയേണ്ടത് ആരാണ്? അത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ, പ്രവാചക വചനങ്ങളിലൂടെ, പ്രവാചകന്റെ പ്രവർത്തനങ്ങളിലൂടെ, പ്രവാചകന്റെ അംഗീകാരങ്ങളിലൂടെ പ്രവാചകൻ ഈ സമൂഹത്തിന്റെ കൈമാറി തന്നു. അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. മാ ജാഅ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വഅഫ്ആലിഹി വതക്രീരിഹി. റസൂലുള്ളാഹിയുടെ വാക്കുകളിലൂടെ, റസൂലുള്ളാഹിയുടെ പ്രവർത്തനങ്ങളിലൂടെ, റസൂലുള്ളാഹിയുടെ അംഗീകാരങ്ങളിലൂടെ വന്നു കിട്ടിയ കാര്യങ്ങൾ, അതിൽ ആ കാര്യങ്ങൾക്ക് ദീനിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം, അതിന് വില കൽപ്പിക്കണം. ആ ഒരു നിലപാടിൽ ജീവിച്ചാൽ മാത്രമേ വഴികേടില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഖുർആനിൻ്റെ ഒരു കോപ്പി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഖുർആനിൽ നിന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഞാൻ മനസ്സിലാക്കുന്നതല്ല, അള്ളാഹു എന്നോട് നിർദ്ദേശിച്ചതാണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അള്ളാഹു പറയണം, പ്രവാചകൻ പറയണം എന്ന നിലപാട് ശരിയല്ല. നേരെ മറിച്ച് അള്ളാഹു എന്നോട് ഇത് പറഞ്ഞു, പ്രവാചകൻ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു, ഞാനതുകൊണ്ട് ആ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാനും ആ നിലയിൽ പ്രവർത്തിക്കുവാനും മാന്യ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കണിശമായ ഒരു തീരുമാനം ആ വിഷയത്തിൽ എടുക്കേണ്ടതുണ്ട്. വളരെ കണിശമായ തീരുമാനം എടുത്തുറച്ചു നിൽക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ സഹീഹായി വന്നു കിട്ടുന്ന ഹദീസുകൾ അത് വഹിയാണെന്ന് തിരിച്ചറിവ് ആദ്യം ഉണ്ടാകണം. അത് നബി തന്നിഷ്ടം പറയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സ്വന്തമായി എടുക്കുന്ന തീരുമാനമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില രംഗങ്ങളിൽ സഹാബികൾ തന്നെ ഒരു നബി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ വന്നിട്ട് ചോദിക്കും, നബിയെ ഇത് അങ്ങയുടെ തീരുമാനമാണോ, അള്ളാഹ് പറഞ്ഞതാണോ എന്നാ, എങ്ങനെയാണ് അങ്ങിത് പറയുന്നത്? എത്രത്തോളം നമുക്കറിയാം, ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിക്കണം, ഈ സ്ഥലത്ത് നമുക്ക് തമ്പടിക്കാം. അപ്പോൾ ഒരു സഹാബി വന്നിട്ട് ചോദിക്കാണ്, നബി ഇത് അങ്ങടുത്ത തീരുമാനമാണോ, വ്യക്തിപരമാണോ, അതല്ല അള്ളാഹ് പറഞ്ഞതാണോ? ആ സമയത്ത് നബി പറയാണ്, ഇത് എൻ്റെ തീരുമാനം, ഞാൻ പറഞ്ഞതാണ്, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ആ സഹാബി പറയും, ഇതിനേക്കാൾ നല്ലത് അപ്പുറത്തേക്ക് പോകലാണ്. അവിടെയാണ് ആ സഹാബി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവർ പോലും അത്രയും സൂക്ഷ്മമാണ്, അല്ലാതെ ഖുർആനിൻ്റെ ആയത്തായിട്ട് അവർ മനസ്സിലാക്കിയിട്ടല്ല. നേരെ മറിച്ച് നബി പറയുമ്പോൾ അതിൽ വഹിയുള്ളതുണ്ട് എന്നവർ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ആ വഹിയിനനുസൃതമായി നീങ്ങുവാൻ അവർ ഒരുങ്ങുകയാണ്. ഈ ഒരു നിലപാട് നമ്മുടെ നിലപാടായിരിക്കണം, ആ ഒരു ചിന്ത നമ്മുടെ ചിന്തയായിരിക്കണമെന്ന് ഉണർത്തി ആ വിഷയം വളരെയധികം ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളണമെന്ന് വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനായി മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന മുത്തക്കുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ വഴികേടുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പഠിച്ചതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ്, അതിനനുസൃതമായി തൻ്റെ ഇടം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.